പ്രിയപ്പെട്ടവരെ യാത്ര എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. യാത്ര ചെയ്യാത്തവൻ എന്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാര് പറയാണ്, യാത്ര ചെയ്യുന്നവൻ ഒഴുക്കുള്ള വെള്ളം പോലെയാണ്. എപ്പോഴും ക്ലിയർ ആയിരിക്കും. യാത്ര ചെയ്യാതെ നടക്കുന്നവർ യാത്ര ചെയ്യാത്തവർ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ അതിങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ അങ്ങനെ ചീത്തയായി പോകും. യാത്ര ചെയ്യണം എവിടെയെന്നില്ലാത്തൊരു യാത്രയല്ല. നമ്മുടെ ജീവിതത്തിൽ ഉപകാരം കിട്ടുന്ന സിയാറത്ത്, പ്രകൃതി മനോഹരമായ സ്ഥലങ്ങൾ ഇതൊക്കെ നമ്മൾ കാണാൻ പോകണം. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, യാത്ര എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ്. യാത്ര ചെയ്യണം. യാത്ര ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ ലഭിക്കും. ഒരാളൊരു യാത്ര പോയി കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടം എന്താണെന്നറിയുമോ? അയാൾക്ക് ആ യാത്രയിലൂടെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ പഠിക്കാൻ പറ്റും. ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് വീട്ടിൽ നല്ല സുഭക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. യാത്ര ചെയ്യുമ്പോ നമുക്ക് കാണാം എത്രയോ ആളുകൾ ഭക്ഷണമില്ലാതെ, ഉറക്കമില്ലാതെ റോഡരികിലും ഹോസ്പിറ്റലിന്റെ വരാന്തകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും എന്റെ പ്രിയപ്പെട്ടവരെ എത്ര ആളുകളാണ് കിടക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നേ ഞാൻ കോഴിക്കോട് പോകാൻ വേണ്ടി പോയപ്പോ ഒരൽപ്പം ട്രെയിൻ ഒന്ന് ലേറ്റായി പോയി. അടുത്തുള്ള വിശ്രമ മുറിയിലേക്ക് ഞങ്ങൾ നീങ്ങി. അവിടെ ചെന്നപ്പോ എന്റെയും നിങ്ങളുടെയും വാപ്പയുടെ പ്രായമുള്ള ഒരു സുപ്പ, അതാ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു ബെഡ്ഷീറ്റ് ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വിരിച്ചിട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് ഒരാള് ഭക്ഷണം വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത്. ആ ഭക്ഷണം കഴിച്ചു. അയാൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അയാൾ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു നന്മ ചൊരിയട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ബാപ്പ എഴുന്നേൽക്കാൻ പറ്റണില്ല. ആ ബാപ്പ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റിട്ട് സുബ്ഹാനല്ലാഹ് നടക്കുകയാണ്. നടക്കാൻ പറ്റണില്ല, ഒരു കാലിങ്ങനെ കുഴഞ്ഞു പോവുകയാണ്. ആ രംഗം ഞാനിങ്ങനെ കണ്ടപ്പോ അതാ ഞാൻ ഒരുപാട് അൽഹംദുലില്ലാ പറഞ്ഞു. നമ്മുടെ ബാപ്പ എങ്ങാണമായിരുന്നെങ്കിൽ ആ ബാപ്പ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ബാപ്പാക്കും ഒരു മകനുണ്ടല്ലോ, ആ വാപ്പാക്കും ഒരു മകളുണ്ടല്ലോ, ആ വാപ്പാക്കും ഒരു കുടുംബമുണ്ടല്ലോ. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ആ വാപ്പാക്ക് ഇപ്പൊ ആരോരുമില്ലല്ലോ. ആ വാപ്പയുടെ സ്ഥാനത്ത് നമ്മളെങ്ങാണമായിരുന്നെങ്കിൽ ഒരു തുള്ളി ഭക്ഷണം പോലും പുറത്തു കളയാതെ ആ പുന്നാര വാപ്പ ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ യാത്രയിലൂടെ എനിക്കുണ്ടായ പാഠം എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ആരോരുമില്ലാത്ത ആ ഉപ്പ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നു. നമുക്കങ്ങനെ ഒരു അവസരം കിട്ടി, അവസരം വന്നില്ലല്ലോ, അങ്ങനെ ഒരു ഗതികേട് വന്നില്ലല്ലോ. അല്ലാഹു അൽഹംദുലില്ലാ പറഞ്ഞു. പിന്നെയോ ആ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം വാങ്ങി തന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നമ്മൾ യാത്രയിൽ കിട്ടിയ ഒരു അറിവാണ്. ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ, പൈസ ഉള്ളവനായിക്കോട്ടെ പൈസ ഇല്ലാത്തവനായിക്കോട്ടെ
നമ്മളെ ഭർത്താവ് കൂട്ടുകാരൻ വേണ്ട, നമ്മളുടെ കൂട്ടുകാരി പോട്ടെ, നമ്മുടെ ഭാര്യയും ഭർത്താവിന്റെ കാര്യം, നമ്മളുടെ ഭർത്താവ് അൽഹംദുലില്ലാ ഒരു ഭക്ഷണം നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തന്നു. അതല്ലെങ്കിൽ വീട്ടില് ഒരു ദിവസം ഇറച്ചി കൊണ്ടുവന്നു. എടീന്ന് ഇറച്ചി വെക്കണം. ഇറച്ചി വെച്ച് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിൽ തൊട്ട് ചോദിക്കാം, ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം എത്ര ഭാര്യമാർ ചോനെ എന്റെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന അൽഹംദുലില്ലാ പൈസ കൊണ്ട് അതാ എനിക്കും മക്കൾക്കൊക്കെ ഇറച്ചി വാങ്ങി തന്നു. റബ്ബേ എന്റെ ഇക്കാടെ സമ്പത്തിൽ നീ വർധനവ് കൊടുക്കണേ അല്ലാ, എന്നെ വിക്കായ ഒരു ആപത്തിലും പെടുത്തല്ല അല്ലാ, ഇക്കാക്കൊരു വിഷമവും കൊടുക്കല്ലേ അല്ലാ എന്ന് ദ്വാരന്ന് എത്ര ഭാര്യമാരുണ്ട്. മനസ്സറിഞ്ഞ് പറയണം. ദ്വാരന്നിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു ദിവസം അല്ല, എപ്പോഴും ദ്വാരന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ട്? ദ്വാരന്നിട്ടുണ്ടോ? എന്റെ ഭാര്യ, നമ്മളുടെ ഭാര്യ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളുടെ കാര്യം മാത്രമല്ലല്ലോ പറയേണ്ടത്. രാവിലെ മുതൽ പാവപ്പെട്ട ഭാര്യ കഷ്ടപ്പെട്ടു, അടുക്കളയുടെ പുകയേറ്റു. കഴിഞ്ഞ ദിവസം നമ്മൾ ജോലിക്കിട്ടോണ്ട് പോയ വിയർപ്പിൽ കുളിച്ച ആ പാന്റും ഷർട്ടുമില്ലയോ, നമ്മളുടെ വസ്ത്രമില്ലയോ, ആ വസ്ത്രം അലക്കിയിട്ട് പിറ്റേ ദിവസം ആ ഭാര്യ ജോലിക്ക് പോകുന്ന സമയത്ത് നല്ലതുപോലെ കഴുകി ഇസ്തിരിയിട്ട് നമ്മളുടെ കയ്യിൽ കൊണ്ടു തന്ന ഡ്രസ് ഉണ്ടല്ലോ, ആ ഡ്രസ് ഇട്ടിട്ട് എത്ര ഭർത്താക്കന്മാര് പൊന്നു ഭാര്യയ്ക്ക് വേണ്ടി ദ്വാരന്നിട്ടുണ്ട്. പടച്ചവനെ, ഇന്നലെ ഞാൻ വന്നപ്പോൾ അഴുക്കായ ഡ്രസ്സായിരുന്നു, ഇന്ന് ആ ഡ്രസ് മനോഹരമായി വൃത്തിയാക്കി നല്ലതുപോലെ തേച്ച് നല്ല ഇസ്തിരിയിട്ട് നല്ല സുന്ദരമായ ഡ്രസ് എനിക്ക് കൊണ്ടു തന്നു. ഈ ഡ്രസ് അലക്കി എന്റെ ഭാര്യയ്ക്ക് നീ പുറത്തു കൊടുക്കണല്ല, എന്റെ ഭാര്യയ്ക്ക് ആഫിയത്ത് കൊടുക്കണല്ല, എന്റെ ഭാര്യയ്ക്ക് ദീർഘായുസ് കൊടുക്കണല്ല എന്ന് ദുആരക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്. ഞാനും നിങ്ങളും നെഞ്ചത്ത് കൈവച്ച് നോക്കണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തപ്പോ എന്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, യാത്രയിലൂടെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. യാത്ര പോകണം, മനോഹരമായ യാത്ര പോകണം. അതാ പ്രകൃതി രമണീയത കാണാൻ എന്റെ പ്രിയപ്പെട്ടവരെ മനോഹരമായ യാത്രകൾ പോകണം. കൂട്ടുകാരുമായിട്ട് പോകുന്നതല്ല ഞാൻ പറയണത്, അത് വേറെ. കൂട്ടുകാരുമായിട്ട് നമുക്ക് പോകാം. നമ്മളുടെ അതാ കൂടെ പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാരുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഏട്ടന്മാരുണ്ടാകും, അനിയന്മാരുണ്ടാകും, അവരോടൊക്കെ നമ്മൾ യാത്ര പോകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, യാത്ര മനോഹരമാകുന്നത് ഏറ്റവും നല്ല മനോഹരമായ യാത്ര ഏതാണെന്നറിയുമോ? നിന്റെ അതാ പ്രിയതമയായ നിന്റെ ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയുടെ കൈകോർത്ത് പിടിച്ച് മനോഹരമായൊരു യാത്ര നിനക്ക് പോകാൻ പറ്റുമോ? നിന്റെ മക്കളെ മറ്റേ കയ്യിലും പിടിച്ചിട്ട് നല്ലൊരു യാത്ര നീ പോകണം മോനെ. ജീവിതത്തിന്റെ ഒരുപാട് വിഷമങ്ങൾ മാറിക്കിട്ടോ, ഒരുപാട് പിണക്കങ്ങൾ മാറിക്കിട്ടോ, തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടാൻ വലിയൊരു മരുന്നാണത്. യാത്ര എങ്ങനെയും പോകാം. അതിപ്പോ ഭാര്യ, ഞാൻ പറഞ്ഞതുകൊണ്ട് അതെ, ഭാര്യയോട് കൂടെ പോയാലേ അത് യാത്ര ആവുള്ളൂ. അങ്ങനല്ല. നമ്മൾ എന്തായാലും യാത്ര പോകണം. നമ്മളെ കൂട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ യാത്ര. സഹോദരി പെണ്ണുങ്ങൾ അങ്ങനല്ലല്ലോ, അവർക്ക് നമ്മളില്ലേ ഉള്ളൂ. സഹോദരിമാർ, നമ്മളുടെ ഭാര്യ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും യാത്ര പോകാം, ഇപ്പം വേണമെങ്കിലും പോകാം. നമ്മളെ പോലല്ലോ അവര്. എന്റെ പ്രിയപ്പെട്ടവരെ മാസത്തിൽ ഒരു തവണ പോകട്ടെ. പെരുന്നാള്, ചെറിയ
വലിയ പെരുന്നാള് മാഷാ അല്ലാഹ് ഇപ്പോ വെക്കേഷന്റെ ടൈമല്ലയോ എത്രയോ സഹോദരിമാരാണ് ഇപ്പോഴും അടുക്കളയുടെ അരമനകളിൽ ചൂട് കൊണ്ട് മാത്രം അടുക്കളയും അവരുടെ ബെഡ്റൂമും ആ വീടിന്റെ പരിസരവും മാത്രം കണ്ടു ജീവിക്കുന്നവര് അവർക്കും ആഗ്രഹമില്ലയോ ചെറുപ്പക്കാരാ അവർക്കും ഒരുപാട് ആഗ്രഹമുള്ള മനുഷ്യരാണ് അവർക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് നമ്മളുടെ ഭാര്യമാരെ അതാ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോകണം നമ്മുടെ ഉമ്മയെ കൊണ്ടുപോകണം നമ്മുടെ പെങ്ങന്മാരെ കൊണ്ടുപോകണം അതാ മനോഹരമായ യാത്രകളിൽ അവരെ നമ്മളെ കൂടെ കൂട്ടണം അവര് പാവങ്ങളാണ് അവർക്കാകെയുള്ള സന്തോഷം നമ്മളാണ് ആ സന്തോഷമാകുന്ന നമ്മൾ അവരെ അവോയ്ഡ് ചെയ്താൽ അവരെ അവഗണിച്ചാൽ അവരെ സന്തോഷിപ്പിക്കാൻ ഈ ലോകത്ത് വേറെ ഒരാളുമില്ല അതാ വീടിന്റെ അകത്തളങ്ങളിൽ അടുക്കളയുടെ അടുപ്പിന്റെ ചൂടേറ്റുകൊണ്ട് നമ്മളുടെ വസ്ത്രം കഴുകി നമുക്ക് ഭക്ഷണം വെച്ച് തന്ന് നമ്മുടെ മക്കളെ നോക്കി നമ്മുടെ ഉമ്മയെ നോക്കി നമ്മുടെ പാപ്പാന്റെ രോഗത്തിന് വേണ്ടിയിട്ട് അതാ പല രാത്രികളിലും അതാ ഉറക്കമൊഴിച്ച നമ്മളുടെ പൊന്ന് ഭാര്യയുണ്ടല്ലോ ആ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ടൊരു യാത്ര പോകണം അത് മദീനയാണെങ്കിൽ എത്ര സുന്ദരമാണ് അത് മക്കയാണെങ്കിൽ എത്ര മനോഹരമാണ് മാഷാ അല്ലാഹ് റബ്ബേ ഞങ്ങളുടെ കുടുംബവുമായി ഒരുമിച്ച് ഹബീബിന്റെ ചാരയെത്താനുള്ള ഭാഗ്യം തരണേ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ ഇടക്ക് സിയാറത്തിന് പോകണം മടവൂർ മാഷാ അല്ലാഹ് മഹാനവറുകളുടെ ചാരത്ത് പോകണം മമ്പുറത്ത് പോകണം അജ്മീറിൽ പോകണ്ടേ മാഷാ അല്ലാഹ് ഏർവാടിയില് ഇതൊക്കെ നമ്മളെ കുടുംബങ്ങളുമായി യാത്ര പോകേണ്ട സ്ഥലമാണ് എന്റെ പ്രിയപ്പെട്ടവരെ അത് മാത്രമല്ല അതാ അല്ലാഹു ഈ ഭൂമി ലോകത്ത് നമുക്ക് കാണാൻ അനുവദനീയമാക്കിയ ഒരുപാട് കാഴ്ചകൾ ഉള്ള സ്ഥലങ്ങളുണ്ട് പൈസ ഉള്ളതുപോലെ വർഷത്തിൽ 1-2 തവണ അതല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും സ്വന്തം ഭാര്യയും മക്കളുമായിട്ട് പുറത്തേക്കൊരു യാത്ര പോയാൽ നിന്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടാനത് കാരണമാണ് ഇത് പറയുമ്പോ ഒരാളും വിഷമിക്കണ്ട ഒരാളെ ഉദ്ദേശിച്ചിട്ടല്ല ഒരുപാട് ആളുകള് എന്റെ പ്രിയപ്പെട്ടവർ എന്റെ സുഹൃത്തടക്കം സങ്കടം പറഞ്ഞ സംഭവമുണ്ട് നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഫീൽഡിലായോണ്ട് അവരുടെ കൂടെ പഠിച്ചാണെങ്കിൽ നമ്മളോടുള്ള ബഹുമാനം കൊണ്ട് ഉസ്താദ് എന്ന് വിളിക്കാം ഉസ്താദേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 4-5 കൊല്ലായി നിങ്ങൾ ദ്വാരക്കണം ഞാൻ ചെന്തേ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മ എന്റെ ജീവന പക്ഷേ ആ ഉമ്മായും ബാപ്പായും എനിക്ക് കല്യാണം കഴിപ്പിച്ചു തന്നൊരു പെണ്ണുണ്ട് ഒരു പാവം പെണ്ണ് അവൾ എന്നെ കണ്ടിട്ടിറങ്ങി വന്നവളാ അവക്കുണ്ട് ഉമ്മായും ബാപ്പായൊക്കെ പക്ഷെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനാണല്ലോ ഭാര്യ എങ്ങനെയാണ് ആവേണ്ടുള്ളത് ഭർത്താവും ഭാര്യയും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലായി ഉസ്താദേ എന്റെ വൈഫുമായിട്ട് പുറത്തേക്കൊന്ന് പോകാൻ എന്റെ ഉമ്മ സമ്മതിച്ചിട്ടില്ല ഉമ്മാക്ക് ഇഷ്ടല്ല ഉമ്മാക്ക് എന്റെ ഭാര്യയുമായി പുറത്തു പോകുന്ന ഇഷ്ടല്ല അവളുമായി ഒരുമിച്ചിരിക്കുന്നത് കാണുന്ന ഇഷ്ടല്ല ഞങ്ങൾ വീട്ടിൽ പേടിച്ചിട്ടാണ് ഉസ്താദേ ജീവിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ പേടിച്ചിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഞാനൊന്ന് പറയട്ടെ അല്ലാഹുവിന്റെ മഹാന്മാര് പറയാണ് നിങ്ങളെക്കാൾ ഇത്രയും ക്രൂരമായ സ്വഭാവമുള്ള വേറൊരാളെ ദുനിയാവിൽ ഉണ്ടാവില്ല ഒരു ഉമ്മയും ഞാൻ കുറ്റം പറയല്ല മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചില്ലേ നിങ്ങളുടെ ഭർത്താവുമായിട്ടൊന്ന് പുറത്തു പോകാൻ നിങ്ങളെ ഭർത്താവുമായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ ഭർത്താവുമായിട്ടൊന്ന് സ്നേഹ സംഭാഷണം നടത്താൻ അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ അതേപോലുള്ള ഒരു പെണ്ണല്ലേ
നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചതാ, നിങ്ങളുടെ മകനുടെ വിവാഹം കഴിച്ചതാ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളും ഒരു പെണ്ണല്ലേ, ആ വന്നു കയറിയ മരുമകളും ഒരു പെണ്ണല്ലേ. നിങ്ങളെപ്പോലെ അവൾക്കും സ്വാതന്ത്ര്യം വേണ്ടേ, അവൾക്കും ആഗ്രഹമില്ലേ? നിങ്ങളുടെ മകളെ പോലെ തന്നെയല്ലേ ആ മരുമകള്? നിങ്ങളുടെ മകള് അതാ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചേക്കുന്ന മരുമകന്റെ വീട്ടില് അതാ നല്ല സ്നേഹത്തോടുകൂടെയാണ്, സമാധാനത്തോടുകൂടെയാണ് ജീവിക്കുന്നതെന്നറിഞ്ഞാൽ നിങ്ങൾ അൽഹംദുലില്ലാ പറയലില്ലേ? അതേപോലെ നിങ്ങളെപ്പോലൊരു ഉമ്മയും നിങ്ങളെ മരുമകൾക്ക് അപ്പുറത്തെ വീട്ടിലില്ലേ? അവർക്കും ഒരു അൽഹംദുലില്ലാ പറയാൻ നിങ്ങൾ അവസരം കൊടുക്കണ്ടേ? അല്ലാഹുവിന്റെ മഹാന്മാര് പറയുകയാണ്, അതാ മരുമകളെ വേറൊരു കണ്ണിലും, മകളെ വേറൊരു കണ്ണിലും, മൂത്ത മരുമകളെ വേറൊരു കണ്ണിലും, ഇളയ മരുമകളെ വേറൊരു കണ്ണിലും. മൂത്ത മരുമകളോടൊരു ദേഷ്യം, ഇളയ മരുമകളോട് പ്രത്യേക ഒരു സ്നേഹം, ഇങ്ങനെ കാണിക്കുന്ന അമ്മായിയമ്മമാരുണ്ടല്ലോ, ഇങ്ങനെ കാണിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, അവരെ നാളെ അല്ലാഹുവിന്റെ കോടതിയില് അല്ലാഹു പിടിച്ചു നിർത്തുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ ഒരാളെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയല്ല. നമ്മളുടെ കുടുംബം സ്നേഹമുള്ള കുടുംബമാകണോ? നമ്മളെ മകളെ പോലെയാണ് ആ മരുമകളും, ആ മരുമകളെ പോലെയാണ് ഇളയ മരുമകളോ. എല്ലാവരുടെയും ഉമ്മയാണ് നിങ്ങള്. ആ ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം അവർക്ക് കിട്ടണം. അതേപോലെയാണ് മരുമക്കളെ, നിന്റെ ഭർത്താവിന്റെ ഉമ്മ നിന്റെ സ്വന്തം ഉമ്മയെ പോലെയാ. ആ ഉമ്മ നിന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ നീ മുഖം തിരിച്ചുകൊണ്ട് നടക്കണ്ട. നിന്റെ പൊന്നാര സ്വന്തം ഉമ്മ നിന്നെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നിനക്കറിയാമല്ലോ. കറിക്കൊരൽപ്പം ഉപ്പ് കുറഞ്ഞു പോയാൽ ചിലപ്പോ അമ്മായിയമ്മ പറയും, മോളെ നാളെ നീ കറി വെക്കുന്ന സമയത്ത് ആ ഒരു ഉപ്പ് അല്പമൊന്ന് ശ്രദ്ധിക്കണേ, ആ കറിക്കൊരൽപ്പം ടേസ്റ്റ് കൂട്ടണേ. ഇത് സ്നേഹത്തോടുകൂടി നിന്റെ ഭർത്താവിന്റെ ഉമ്മ പറഞ്ഞു തരുമ്പോ അവരോട് അതാ എതിർവാക്കുകൾ പറയാ നീ നിക്കണ്ട. എന്റെ സ്വന്തം ഉമ്മയല്ലേ, എന്റെ സ്വന്തം ഉമ്മയല്ലേ, അവരെന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നൊരു മരുമകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, സ്വന്തം മകളെ പോലെ അമ്മായിയമ്മ മരുമകളെ കണ്ടാൽ, മരുമകൾ സ്വന്തം ഉമ്മായെ പോലെ അമ്മായിയെ കണ്ടാൽ അവരുടെ ജീവിതത്തിൽ അല്ലാഹു സ്വർഗതുല്യമായ ജീവിതം നൽകുന്നുവെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. എന്തൊരു രസമുള്ള ജീവിതമാണ്, എന്തൊരു സുഖമുള്ള ജീവിതമാണ്. അങ്ങനെയാകണം ജീവിതം. അൽഹംദുലില്ലാഹ്, ഭാഗ്യം നൽകട്ടെ.